തൃശ്ശൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരാൻ അനുഭവിച്ച പ്രതിസന്ധികൾ അതിനെ എങ്ങനെ നേരിട്ടു? അതൊരു നീണ്ട യുദ്ധം തന്നെയായിരുന്നു. കാരണം അന്ന് ആ ഗ്രാമം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട തന്നെയായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധാരണ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, ഞങ്ങളൊരു 5 പെൺകുട്ടി ഒരാണും, ഞാൻ ഏറ്റവും അവസാനത്തെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിക്കുകയും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അമ്മ ജോലി ചെയ്യുന്നത് പോലെ തന്നെ മക്കളും ജോലി ചെയ്യണം, അതിൽ ഭയങ്കര ശക്തി തെളിയിക്കണമെന്നുള്ളൊരു നിർബന്ധമുള്ള ഒരു അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോകാനും പഠിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് 2 വയസ്സുള്ള സമയത്താണ് മരണപ്പെട്ടത്. എൻ്റെ അമ്മ അവിടെ ആ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഏറ്റവും ചെറിയ കുട്ടി. ബാക്കി അമ്മാവന്മാരും അതുപോലെ തന്നെ അമ്മയ്ക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം അമ്മ അവരൊന്നും സ്കൂളിൽ പഠിക്കാനോ അതിന് അത്രയും ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മയെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഇത്രയും 6ാമത്തെ മകളായിട്ട് ഉണ്ടാവുന്നു. ഒരുപക്ഷെ ഞാൻ തന്നെ ഉണ്ടാവുമായിരുന്നില്ല. എൻ്റെ മൂത്ത ഒരാൾ 3 വയസ്സിൽ മരിച്ചു. അപ്പോൾ അത് ആൺകുട്ടിയായിരുന്നു. അപ്പോൾ 5 പെൺകുട്ടികൾക്കിടയിൽ ഒരാണ് മാത്രമായപ്പോഴാണ് വീണ്ടും ഒരു കുട്ടി ആവാം എന്നുള്ളൊരവസ്ഥയിലേക്ക് അന്ന് ഞാൻ ജനിക്കുന്ന ആ സമയത്തൊക്കെ അവിടെ കുടുംബാസൂത്രണം വന്ന ഒരു സമയമാണ്. അതുവരെ ഒന്നുമില്ല. അതുവരെ വീട്ടിൽ തന്നെയാണ് ബാക്കി എല്ലാ കുട്ടികളെയും പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ പ്രസവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ ഒരു ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കാഞ്ചേരിക്ക് അടുത്ത് ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ആശുപത്രി. ആ ആശുപത്രിയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അമ്മ പറയുന്നത് പ്രസവത്തിന് ഒരാഴ്ച മുൻപ് വരെ അമ്മ കളം എന്ന് പറയും, അതായത് നെൽകൃഷി ചെയ്യുന്ന വലിയൊരു നല്ല ആ നാട്ടിൽ നല്ല പൈസയുള്ള ഒരാളുടെ ഒരു കളം ഉണ്ടായിരുന്നു. ആ കളത്തിനകത്ത് സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ആളുകളിൽ ഒരാളായിരുന്നു അമ്മ. അപ്പോൾ ഒരു പ്രസവത്തിന് ഒരാഴ്ച മുൻപ് കൂടി അമ്മ വലിയ പണികളൊക്കെ എടുത്ത് അങ്ങനെ നിശ്ചയിച്ച ദിവസത്തിന് മുന്നേ ആയിട്ട് ജനിച്ച ഒരു കുട്ടിയാണ് അത്ര ഞാൻ. അപ്പോൾ എല്ലാവരും പ്രസവം നടക്കുന്ന സമയത്ത് അമ്മയുടെ ചുറ്റും കൂടി എൻ്റെ മൂത്ത ചേച്ചിമാരൊക്കെ നിൽക്കുമ്പോൾ പ്രസവം എടുക്കാൻ വന്ന അമ്മ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ, ഒന്നുമല്ല അമ്മ കിട്ടും അല്ലെങ്കിൽ കുട്ടിയെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മതി എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിപ്പോൾ അമ്മ പറയും, ഇങ്ങനൊരു മോളെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലോ എന്ന് എൻ്റെ അമ്മ ചോദിക്കുക. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ആൺകുട്ടി വേണമെന്ന് പ്രസവിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ഇടയ്ക്ക് തമാശയായിട്ട് പറയും, ഒരാണിൻ്റെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെയാണ് കിട്ടിയതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ നാട്ടിലെല്ലാവരും പറയും. കാരണം അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ അത്രയും പഠിക്കാൻ പോകാനും അതുപോലെ തന്നെ ഒരുപക്ഷെ നല്ല ഒരു പൈസയുള്ള വീട്ടിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ എനിക്ക് വക്കീലാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നല്ല രീതിയിൽ പഠിക്കുക, കോളേജിലൊക്കെ പോവുക. എനിക്ക് സത്യത്തിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് മുഴുവൻ പുസ്തകങ്ങൾ പോലും വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതുപോലെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബസ് കയറിയിട്ട് വേണമെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ ഇറങ്ങാം. പക്ഷെ അതിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പാർലിക്കാട് സ്റ്റോപ്പിൽ നിന്ന് ഒരു 3 കിലോമീറ്ററോളം ദൂരം എന്നും നടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഓർമ്മകൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ബാലഗോകുലത്തിലൂടെയാണ് വന്നത്. അപ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും ബാലഗോകുലത്തിൻ്റെയും ഇരട്ട ഉത്തരവാദിത്വം കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു അന്ന്. വലിയ വലിയ RSSൻ്റെ ആളുകളൊക്കെ ആയിട്ട് കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിച്ചു. കാരണം ബാലഗോകുലത്തിൽ എപ്പോഴും അതിൽ നമ്മൾ ഈ ഭഗവത്ഗീതയൊക്കെ, ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ സംസ്കൃതം ചൊല്ലുന്നത് നമ്മളിങ്ങനെ പറയും, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ, അങ്ങനെ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീത് തുടങ്ങുന്ന ഈ ശ്ലോകങ്ങളൊക്കെ ഞങ്ങൾക്ക് ബാലഗോകുലത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുറേ തവണ നമ്മൾ വായിച്ച് പഠിച്ച് പിന്നീട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ സംസ്കൃതം അറിയാത്ത ഒരു കുട്ടിയായിട്ടും സംസ്കൃത ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ കൂടുതൽ ഒരു ഈശ്വരീയതയിലേക്ക് നമ്മൾ അടുക്കും. അപ്പോൾ അങ്ങനെ ഈ ബാലഗോകുലമാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി തന്നത്.